മലകളും കുന്നുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ കേരളത്തിലെ നല്ലൊരു സ്ഥലമാണല്ലോ മൂന്നാർ. ഒട്ടനവധി ടൂറിസ്റ്റുകളാണ് ഡെയിലി മൂന്നാറിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ചതുരംഗപ്പാറ, തൊണ്ടമാൻ കോട്ട, അവിടുത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവ്, തമിഴ്നാടിന്റെ അതിമനോഹരമായ കാഴ്ച, തൊണ്ടമാൻ രാജാവിന്റെ ഐതിഹ്യം എന്നിവയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ ഉടുമ്പൻചോല, സേനാപതി പഞ്ചായത്തുകളുടെ പരിധിയിൽപ്പെടുന്ന ചതുരംഗപ്പാറയിലേക്കാണ് കേട്ടോ. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ ചതുരംഗപ്പാറ. പച്ച പുതച്ച പുൽമേടുകളും കാറ്റാടിപ്പാടങ്ങളും ചെങ്കുത്തായ കൊക്കയും കാറ്റും മഞ്ഞുമൊക്കെയാണ് ചതുരംഗപ്പാറയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് തമിഴ്നാടിന്റെ ഒരു ഭാഗമുണ്ടോ. ഇവിടുത്തെ കാറ്റാടിപ്പാടത്തു നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കേരള വൈദ്യുതി വകുപ്പിനാണ് കേട്ടോ വിൽക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കാറ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ കാറ്റാടിപ്പാടങ്ങളും തമിഴ്നാടിന്റെ അതിമനോഹരമായ കാഴ്ചകളുമാണ് ചതുരംഗപ്പാറയെ വ്യത്യസ്തമാക്കുന്നത്. ഉടുമ്പൻചോല ശാന്തമ്പാറ പാതയ്ക്ക് സമീപമായിട്ടാട്ടോ ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഉടുമ്പൻചോലയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററും നെടുങ്കണ്ടത്തു നിന്ന് 27 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് തൊണ്ടമാൻ കോട്ട എന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ചതുരംഗപ്പാറയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നതും. ബംഗ്ലാവിന്റെ അടുത്ത് തന്നെയായിട്ടാണ് തൊണ്ടമാൻ കോട്ട മലയും കേട്ടോ. ഇതാട്ടോ നമ്മൾ പറഞ്ഞ ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇതിപ്പോൾ പുതുക്കി പണിതിട്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതായത് പണ്ടത്തെ ആ ബംഗ്ലാവിന്റെ ഒരു ലുക്കൊന്നുമില്ല, ഇപ്പം പുതിയ രീതിയിൽ പുതുക്കി പണിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ഭാഗങ്ങളെല്ലാം തന്നെ കരിങ്കല്ലുകൾ കൊണ്ട് പണിതേക്കുന്നതാണ് കേട്ടോ. അന്ന് കരിങ്കല്ലുകളാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഭിത്തികൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കരിങ്കല്ലിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലത്ത് ഒരുപാട് തണുപ്പോ ചൂടുകാലത്ത് ഒരുപാട് ചൂടോ നമുക്ക് ഈ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ കിട്ടത്തില്ല കേട്ടോ. ഒരു മീഡിയം രീതിയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു റൂമുകൾക്ക് സാധിക്കും കേട്ടോ. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ കരിങ്കല്ല് കൊണ്ട് വീടുകളോ ബംഗ്ലാവുകളോ ഒക്കെ പണിയുന്നത്. ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിൽ ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റ് നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ബംഗ്ലാവിൻ്റെ കോമ്പൗണ്ടിൽ ഒരുപാട് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏലകൃഷികളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്ലവേഴ്സ് ഗാർഡനും അങ്ങനെ ഒട്ടനവധി കാഴ്ചകളും നമുക്ക് ഈ കോമ്പൗണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയുള്ള ഒരു 360 വ്യൂ ആണോ. ഇവിടുന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ അവിടെ തമിഴ്നാടാണ് വന്നെ. ഈ ഗേറ്റ് കഴിഞ്ഞ് ഈ വഴിക്ക് തൊട്ടപ്പുറം, അതായത് റൈറ്റ് സൈഡിൽ തമിഴ്നാടും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കേട്ടോ കേരളം വന്നെ. അതായത് ഈ മലകളാണ് തമിഴ്നാട് കേരള ബോർഡറായിട്ട് ബന്ധിപ്പിച്ചേക്കുന്നത്. ഈ ഒരു മലയൊക്കെ വരുന്നത് തമിഴ്നാട്ടിലാട്ടോ. ഈ ഒരു റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കേരളം വന്നെ. നമ്മൾ ഈ കാണുന്ന ഈ ഒരു മലയാണ് കേട്ടോ കതകുവലമേട് കുന്ന് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് തൊണ്ടമാൻ കോട്ടയം. തമിഴ്നാട്ടിലെ പുതുക്കോട്ട ഭരിച്ചിരുന്ന രാജാവായിരുന്നു കേട്ടോ തൊണ്ടമാൻ. ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഈ രാജാവ് മല കയറി. ഒളിവിൽ താമസിക്കാൻ മണ്ണുകൊണ്ട് കോട്ടയുടെ ആകൃതിയിൽ ഒരു സങ്കേതവും നിർമ്മിച്ചു. രാജാവിന്റെ സ്വത്ത് മുഴുവൻ സമീപത്തുള്ള മലയുടെ ഉള്ളിലെ അറയിലാണ് സൂക്ഷിച്ചിരുന്നത് കേട്ടോ. കതകലമേട്, കഥകൾ എന്ന പേരുകളാണ് ആ മല അറിയപ്പെടുന്നത്. അതായത് ആ മല എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മലയാട്ടോ. ഈ ഒരു മലയാണ് കതകലമേട് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് തൊണ്ടമാൻ എന്ന രാജാവ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒളിച്ചു താമസിക്കാനായി വന്ന് കോട്ട പണിത കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് തൊണ്ടമാൻ കോട്ട എന്ന് ഈ മലയിലെ അറിയപ്പെടുന്നത്. ഇപ്പം അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ, ഫുള്ള് കാടൊക്കെ കയറി കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയാണ് തൊണ്ടമാൻ കോട്ട എന്നുള്ളൊരു പേരിൽ ഈ ഒരു ഏരിയ നമ്മൾ അറിയപ്പെടുന്നു കേട്ടോ. ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കി കാണുന്നത് തമിഴ്നാടിൻ്റെ അതിമനോഹരമായ കൃഷിയിടങ്ങളും
തേനി ജില്ലയിലെ കുറേ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ചതുരംഗപ്പാറയിൽ നിന്ന് തമിഴ്നാടിൻ്റെ വേറൊരു സൈഡാണ് കണ്ടെങ്കിൽ നമ്മൾ ഈ തൊണ്ടമാൻകോട്ട വന്നപ്പോൾ ചതുരംഗപ്പാറയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഇപ്പുറമായിട്ട് വേറൊരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. പക്ഷേ ചതുരംഗപ്പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ അതിമനോഹരമായ വ്യൂ നമുക്ക് ഈ തൊണ്ടമാൻകോട്ടയുടെ ഈ ഒരു പരിസരത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. തമിഴ്നാടിൻ്റെ അതിമനോഹരമായ വ്യൂ ആണ്, അതായത് ആകാശ വ്യൂ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ താഴത്തേക്ക് നോക്കുന്ന പോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അന്യായ കാറ്റാണ്, കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ചതുരംഗപ്പാറ മുതൽ ഇവിടം വരെ ഭയങ്കര കാറ്റാണ്. ചതുരംഗപ്പാറ വിൻവില്ലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കാറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇവിടെ തൊണ്ടമാൻകോട്ട വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ്, നല്ല കാറ്റുമാണ് കേട്ടോ. നല്ല ഹൈറ്റിലുമാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇപ്പം മഞ്ഞ് കയറാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഒരു വ്യൂ നമുക്ക് തമിഴ്നാടിൻ്റെ കിട്ടി കേട്ടോ. മഞ്ഞൊക്കെ ആണെങ്കിൽ ഫുള്ള് മഞ്ഞ് കയറി മൂടിയായിരിക്കും ഇരിക്കുന്നത്. മഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മേഘങ്ങൾ ഇങ്ങനെ താഴേക്കൂടെ പോകുന്ന ഒരു ഫീലൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പം മഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് തമിഴ്നാടിൻ്റെ വ്യൂ കിട്ടിയത്, അല്ലെങ്കിൽ മഞ്ഞ് കയറിയിട്ട് ആ ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്കും ഫീലും ഒക്കെ വേറെ ആയിരിക്കും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂവിൻ്റെ സെയിം ലുക്കും ഫീലും എല്ലാം വേറെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മഞ്ഞുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിലായിരിക്കും ലുക്കും ഫീലൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ താമസിച്ചിരിക്കുന്ന റിസോർട്ടിൻ്റെ തൊട്ടപ്പുറമായിട്ട് ഇലക്ട്രിക് ലൈനൊക്കെ വലിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇടയ്ക്കൊക്കെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് വേണം അതിൽ നടക്കാനും ട്രക്കിങ്ങിന് പോകാനും ഒക്കെ കേട്ടോ. മൂന്നാർ കുമളി റൂട്ടിൽ രാജാപ്പാറയിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയായിട്ടാണ് തൊണ്ടമാൻ കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ബംഗ്ലാവ് ഇപ്പോൾ ഇവർ പുതുക്കി പണിതിട്ട് റിസോർട്ടാക്കി മാറ്റിയേക്കുവാണ്. റിസോർട്ടിൽ നമുക്ക് 1 ഡേ 20 പേർക്ക് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ട്രിപ്പ് അൺടോൾഡ് എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഇവിടെ ബുക്ക് ചെയ്തിട്ട് വരാനായിട്ടും സാധിക്കും കേട്ടോ. ഒരുപാട് ബഹളങ്ങളോ ശല്യങ്ങളോ പൊല്യൂഷൻസോ അങ്ങനെ ഒന്നുമില്ലാത്ത നല്ലൊരു അടിപൊളിയായിട്ട് സിറ്റികളിൽ നിന്ന് വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഈ തൊണ്ടമാൻ കോട്ടയും ഇതിൻ്റെ പരിസരവും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് തൊണ്ടമാൻ കോട്ടയും ചതുരംഗപ്പാറയും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.